നമസ്കാരം. പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ജനങ്ങൾക്കൊപ്പം മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളുമായി പ്രദക്ഷിണവും ചേരുന്നു. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമായിട്ട് ഇപ്പോൾ ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ മുതലാളിയുണ്ട്, സാധനങ്ങൾ മേടിക്കാൻ വന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ഇവിടെ കത്തി നിൽക്കുന്നൊരു സമയമാണ്. എല്ലാ ജനങ്ങൾക്കിടയിലും ആശങ്കകളാണ്. അപ്പോൾ നമുക്ക് ഇവരോടും ചോദിക്കാം ഈ വിഷയത്തെ പറ്റി. ചേട്ടാ, പേരെന്താ ചേട്ടാ? റജി. റജി, എവിടെ വീട്? എവിടെയാ വീട്? മൂവാറ്റുപുഴ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു നന്നായിട്ട്. മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുകയാണ്, ജനങ്ങളൊക്കെ ആശങ്കയിലാണെന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മുടെ ഒരു ഗവൺമെന്റ് വേണ്ട നടപടികൾ ഇതിന് എടുക്കുന്നുണ്ടെന്നാണോ ചേട്ടന്റെ വിശ്വാസം? എടുക്കുന്നുണ്ട്, നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളിലേക്ക് അത് അങ്ങ് സർക്കാർ എത്തിക്കുന്നില്ല എന്നുള്ള എൻ്റെ വിശ്വാസം. കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്താലാണ് ഈ ഒരു പരിഭ്രാന്തി തടയാൻ സാധിക്കുക? പരിഭ്രാന്തി തടയാൻ നമ്മൾക്ക് പുതിയ അണക്കെട്ടെന്നുള്ള മുഖ്യ ലക്ഷ്യമുള്ളൂ. വേറെ പുതിയ അണക്കെട്ട് വേണമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് വേറൊരു ചേട്ടനെ ഉണ്ട്. സ്വാമി ശരണം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് സന്ദീപ്. സന്ദീപ്, എവിടെയാണ് വീട്? വീട് ഇളങ്ങോ. ഭീതിയുണ്ടോ? ഭീതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ഒരു ചെറിയൊരു ഭീതിയിൽ നിൽക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ ഗവൺമെന്റ് വേണ്ട നടപടികൾ ഉടൻ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാ പാട്ട് പാടണം? ഏത് പാട്ടാണ് പാടുന്നത് സ്വാമി? ഏത് പാട്ട് പാടിക്കുക സ്വാമി? ഗംഗയാറ് പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, ഗംഗയാറ് പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. അത്ര എനിക്ക് രണ്ടുപേരും. സ്വാമിയെ ശരണയ്യപ്പ. ഭാഗ്യ നമ്പറിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസം. വണ്ടിക്ക് നമ്പർ എടുക്കുമ്പോൾ ഇന്ന നമ്പർ ഉണ്ടെങ്കിൽ ഭാഗ്യം വരും. ലോട്ടറി എടുക്കുമ്പം അങ്ങനെ നമ്പർ ഇല്ല, എന്നാലും ഒരു ഭാഗ്യ നമ്പർ ഏതാ? 9. അപ്പം ഇപ്പോൾ 9 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് 9 എടുക്കുവാണെങ്കിൽ സമ്മാനം കിട്ടും. നോക്കാം. 0. അപ്പോൾ 0 സമ്മാനം. ചേട്ടൻ വണ്ടിയില്ലേ? വണ്ടിക്ക് നമ്പർ എടുത്തപ്പോൾ ഭാഗ്യ നമ്പർ അങ്ങനെയൊക്കെ നോക്കിയോ? കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടണമെന്നൊക്കെ ഇല്ലേ? ഒരു നമ്പറിൽ വിശ്വാസമില്ല. ഓ, അങ്ങനെ ഒരു നമ്പറിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും? 7 താല്പര്യം. അപ്പോൾ ചേട്ടൻ 7 പറഞ്ഞു. നമുക്ക് നോക്കാം കിട്ടുമോ. നോക്കാതെ 7. അപ്പോൾ റൈച്ചേട്ടൻ്റെ ഭാഗ്യ നമ്പർ റൈച്ചേട്ടനെ തുണച്ചു. സമ്മാനമുണ്ട്. മൂവാറ്റുപുഴ മാർക്ക ജംഗ്ഷൻ മൂവാറ്റുപുഴയിലെ വാരിക്കാട് ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനം. അപ്പോൾ നമ്മുടെ സമ്മാനത്തെ പറ്റിയൊക്കെ അറിഞ്ഞ് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ആശങ്കകളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് വേറെ ഒരാളിവിടെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, പേരെങ്ങനെയാണ്? അജി. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ടൈൽസ് വർക്ക്. എവിടെ? ഈ ലോക്കൽ ഏരിയ തന്നെ. അപ്പോൾ ചേട്ടാ, മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്കകൾ ഭയങ്കരമായിട്ട് നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് ചേട്ടൻ്റെ നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത്? നമ്മളോട് പങ്കുവയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ സംരക്ഷയാണ് ആവശ്യം. അതിന് സർക്കാർ വേണ്ട രീതി ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ. സർക്കാർ ഇപ്പോൾ വേണ്ട നിലപാട് എടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പൊതുവെ ജനാഭിപ്രായം. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്താലാണ് ജനങ്ങളുടെ ഭീതി കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കാന്നാണ് ചേട്ടൻ പറയുന്നത്? പുതിയൊരു ഡാം പണിയാമെന്നുള്ള ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകി. അത് കേരള സർക്കാർ കൂടി തമിഴ്നാട് സർക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ ഭീതി കുറയ്ക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇനിയൊരു ഡാം പണിത് തുടങ്ങി അത് എത്ര കാലം കൊണ്ട് തീർന്നേക്കും? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഗുണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. ആധികാരികമായിട്ട് അതിൻ്റെ
കാര്യത്തെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇത് ജലനിരപ്പ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭീതി ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള. നമ്മൾ പ്രദക്ഷിണമായിട്ട് ഇപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുട്ടികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവരെ ശല്യപ്പെടുത്തുവാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, ബാ ബാ എല്ലാവരും. മോളു, പേരെങ്ങനെയാ? അഞ്ജു. അഞ്ജു. ഈ ഡാൻസ് സ്കൂളിൻ്റെ പേരെങ്ങനെയാ? നാട്യാഞ്ജലി. ഇവിടെ എന്താ നിങ്ങൾ പഠിക്കുന്നത്? ഏത് തരം ഡാൻസ് ആണ്? ഭരതനാട്യം, ഭരതനാട്യം, കുച്ചിപ്പുടി, കുച്ചിപ്പുടി, നാടോടി നൃത്തം, നൃത്തം, മോഹിനിയാട്ടം. അത്രേ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം എല്ലാവരെയും. അഞ്ജു, അഭിരാമി, അഭിരാമി, വൃഷ്യ, ഹർഷ, ഹർഷ, അഞ്ജന, ശ്രീലേഖ. ശ്രീരേഖ. നിങ്ങളൊക്കെ എത്രയിലൊക്കെ പഠിക്കണേ? പറഞ്ഞില്ലല്ലോ. ഞാൻ 6-ല്, 6-ല്, 8-ല്, 9-ല്, 8-ല്, 8-ല്, 6-ല്. അപ്പം എല്ലാ ക്ലാസ്സുകളും എവിടെയൊക്കെ പഠിക്കുന്നത്? നിർമ്മല, നിർമ്മല, സെന്റ് അഗസ്റ്റിൻ, നിർമ്മല, NSS വാർട്ടി, NSS വിവേകാനന്ദ. പല സ്കൂളുകളിൽ പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുറേ നന്നായിട്ട് നൃത്തം കളിക്കുന്ന കുട്ടികളിവിടെ ഉണ്ട്. നമുക്കപ്പോൾ അവരോട്, നിങ്ങൾ മുല്ലപ്പെരിയാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തൊക്കെ അറിയാം? പേടിയുണ്ടോ? പേടിയുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലേ? അവിടെ കുട്ടികൾക്ക് വരെ പേടിയാണ്. ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രിമാർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വേഗം. അപ്പോൾ നമുക്ക് എന്തായാലും പ്രശ്നങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. അതിനായിട്ട് ആരാ ഒരു പാട്ട് പാടുന്നത്? ഈ കൂട്ടത്തിൽ ആരാ നല്ലൊരു ഗായിക? ഒരു നല്ലൊരു പാട്ട് പാടും. ചിങ്ങവയൽ നെന്മണി കൊത്തി തെങ്ങോലകളിൽ ഊഞ്ഞാലാടി എങ്ങുന്നോ പറന്നു വന്നോരോണപ്പൈങ്കിളിയേ. ചിങ്ങവയൽ നെന്മണി കൊത്തി തെങ്ങോലകളിൽ ഊഞ്ഞാലാടി എങ്ങുന്നോ പറന്നു വന്നോരോണപ്പൈങ്കിളിയേ. ഓണപ്പൈങ്കിളിയേ, ഓണപ്പൈങ്കിളിയേ, ഓഹോ 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 ഓഹോ. അരിമുല്ലപ്പൂവുകൾ ചൂടി നാണത്തിൻ പുഞ്ചിരി തൂകി, അരിമുല്ലപ്പൂവുകൾ ചൂടി നാണത്തിൻ പുഞ്ചിരി തൂകി. താഴത്തെ പൂങ്കാവുകളിൽ തപസ്സിരിക്കുവതാര്, തപസ്സിരിക്കുവതാര്. താഴത്തെ പൂങ്കാവുകളിൽ തപസ്സിരിക്കുവതാര്, തപസ്സിരിക്കുവതാര്. നാടുണരുന്നേ, 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 നാടുണരുന്നേ. ചിങ്ങവയൽ നെന്മണി കൊത്തി തെങ്ങോലകളിൽ ഊഞ്ഞാലാടി എങ്ങുന്നോ പറന്നു വന്നോരോണപ്പൈങ്കിളിയേ. ചിങ്ങവയൽ നെന്മണി കൊത്തി തെങ്ങോ. അപ്പോൾ ഈ മിടുക്കി കുട്ടികളാണ്, നല്ലതായിട്ട് പാട്ട് പാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നമ്പർ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. 2. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനം എടുത്തു. അടിയൊന്നുമില്ല. 2 എന്നുള്ള നമ്പർ അവർ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഭാഗ്യം തുടങ്ങിക്കാൻ പോകുന്നത്. മോളു എടുക്കുക ഒരു നമ്പർ. നോക്കരുത്. 3. ഒരു നമ്പർ സമ്മാനം പോയി. സാരമില്ല, നമുക്ക് അടുത്ത ചേച്ചിയോട് ചോദിക്കാം. എടുക്കാം. 0 സമ്മാനം. ആഹാ, 5. 5 അതും സമ്മാനം കിട്ടിയില്ല. നമുക്ക് ഇവിടെ നോക്കാം. 6, 9 ഏത് വേണമെങ്കിലും ആവാം. അവിടെയും സമ്മാനമില്ല. 8. ഒരെണ്ണം. ഏതാ? 5. ഇവിടെ എല്ലാവർക്കും 5 തോന്നുന്നു ഭാഗ്യ നമ്പർ. 5 ഏറ്റവും കൂടുതൽ വരുന്നത്. മോളു എടുത്തേ. 6. ഇവിടെ സമ്മാനം കിട്ടുമായിരിക്കും അല്ലേ? 4.
ഇവിടെ ആരെയും ഭാഗ്യ നമ്പർ തുണച്ചിട്ടില്ല. 5 ഇവിടെ എല്ലാവർക്കും ഭാഗ്യ നമ്പർ തോന്നുന്നു. ഏറ്റവും കൂടുതൽ 5 ഇവിടെ കിട്ടുന്നത്. ഇവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരും ഷോപ്പ് ഓണേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. സ്വാമി ശരണം. പേരജി. അജി ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. ആ അതെ അതെ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഭയങ്കര കത്തി നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ആശങ്കയിലൊക്കെയാണ്. നമ്മുടെ MP-മാർ ഡൽഹിക്കൊക്കെ പോയി സത്യാഗ്രഹമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ MLA-മാരുണ്ട്. അപ്പോൾ വേണ്ട നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ടെന്നാണോ ചേട്ടൻ്റെ വിശ്വാസം? എടുക്കുന്നില്ല, ഉണ്ടെങ്കിൽ പണ്ടേ ശരിയായിങ്ങനെ. ചേട്ടാ പേരെങ്ങനെ? മാത്യു. അപ്പോൾ ചേട്ടന് മുല്ലപ്പെരിയാറിനെ പറ്റി എന്തൊക്കെ ആശങ്കകളാണ് പങ്കുവയ്ക്കാനുള്ളത്? അത് പൊളിഞ്ഞു പോരുവാണെങ്കിൽ ഒത്തിരി ആൾക്കാർ അപകടത്തിൽപ്പെട്ട് പോകും. നമ്മൾ കോതമംഗലം അടുത്താണ് പുതുപ്പാടി. ഒരു പക്ഷേ മുല്ലപ്പെരിയാർ ഡാം പൊളിയുകയാണെങ്കിൽ നേര്യമംഗലം കഴിഞ്ഞ് പിന്നെ വെള്ളം കുതിച്ചെത്തി ഇങ്ങോട്ടായിരിക്കും. നമ്മുടെ ജീവന സ്ഥലവും സ്വത്തൊക്കെ ആയിരിക്കും ആദ്യം പോവുക. പേടിയുണ്ടോ ചേട്ടന്? പേടി വന്നു കഴിഞ്ഞപ്പോൾ സുനാമിയിലെന്തൊരു ആൾക്കാർ പെട്ടുപോയി. ഇവിടെ നമ്മുടെ MLA-മാർ MP-മാരൊക്കെ വേണ്ട നടപടികൾ എടുക്കുന്നുണ്ടോ? ചുമ്മാ സമരം ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ട്? എടുക്കണ്ടെന്നൊക്കെയാണ് പറയണത്. സമരം ചെയ്തുകൊണ്ട് ഇപ്പോൾ കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെ? എൻ്റെ പേര് അജയൻ. ഞാനൊരു ബിസിനസ്സാണ്. അതെ, ഇവിടെ തന്നെ പുതുപ്പാടി ഡെക്കറേഷൻ്റെ വർക്കാണ്. അതെ അതെ, ഡെക്കറേഷൻ വർക്കാണ്. ചേട്ടന് മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്കകളുണ്ടോ? ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടല്ലോ, കേരളത്തിലെ എല്ലാവർക്കും തന്നെ ആശങ്കകളുണ്ട്. അതേപോലെ എനിക്കുമുണ്ട്. എന്തൊക്കെ നടപടികൾ എടുക്കണമെന്നായിരിക്കും? നടപടി എടുക്കണമെന്ന് വെച്ചാൽ ശരിക്കും നിയമപാലകർ ഇതിനെക്കുറിച്ച് ശരിക്കും ഇതിനെ അറിയില്ല. കാരണം പൊന്മുടി ഡാം നമ്മൊരു 4-5 വർഷം മുമ്പ് ചെറിയൊരു പൈപ്പ് പൊട്ടിയായിരുന്നു. അതിൽ നിന്ന് വന്ന വെള്ളം നമ്മൾ ശരിക്കും കണ്ടാൽ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. ചെറിയൊരു പൈപ്പിൽ നിന്ന് വെള്ളം ഒരു പുഴ കവിഞ്ഞൊഴുകുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഡാം പൊട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത എന്തൊഴുകാണെന്ന് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റത്തില്ല. കാരണം പെരിയാർ ശരിക്കും പോകുന്നത് നമ്മുടെ കോതമംഗലത്തിന് തൊട്ട് അടുത്തോടെയാണ്. തൊടുപുഴയാർ ഒഴുകുന്നത്. അതിൻ്റെ നടുക്കുള്ള സ്ഥലമാണ് നമ്മുടെ മൂവാറ്റുപുഴ. കോതമംഗലം ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ പലർക്കും മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതിനെ പറ്റി യഥാർത്ഥ ധാരണകളില്ല. ചേട്ടൻ പറഞ്ഞ വലിയൊരു കാര്യമാണ്. നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഒരു പക്ഷേ. അങ്ങനെ ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ 2 സുഹൃത്തുക്കൾ വളരെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിനെ പറ്റി ആയിരിക്കും. ഒരു പക്ഷേ എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ ആയിരിക്കും. നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ഹായ്, പേരെങ്ങനെയാണ്? എൻ്റെ പേര് അഖിൽ. ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. MA കോളേജ് കോതമംഗലം. ഞാൻ ഇപ്പോൾ 3rd ഇയർ. ഞാൻ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നമ്മുടെ ഇവിടെ ഉണ്ട്. ചേട്ടാ പേര് സന്തോഷ്. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, കോതമംഗലം. മുല്ലപ്പെരിയാറിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ മുഖഭാവം. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒന്നല്ല. 4 ആൾ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം മുല്ലപ്പെരിയാറാണല്ലോ സ്വാഭാവികമായിട്ടും. മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്കകളുണ്ടോ? തീർച്ചയായും. എന്നുവെച്ചാൽ നമ്മളൊരു എത്രയാണ് കേരളത്തിലെ 5 ജില്ലകളിലെ 40 ലക്ഷം 45 ലക്ഷം ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിയിലാണ്. അപ്പം ജലത്തെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. ഇത് ജലത്തെ പറ്റിയുള്ള ഒരു കാര്യമല്ലല്ലോ, നമ്മുടെ ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള കളികളാണ്. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ സംഘടനകൾ, ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം അങ്ങനെ BJP എല്ലാവരും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഓരോ നീക്കങ്ങൾ നടത്തണമല്ലാതെ ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ഡാം വേണി നാളെ പൊട്ടാം. ഈ MP-മാരൊക്കെ ഡൽഹിക്ക് പോയി സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളെ രക്ഷിക്കാനത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണോ? അത് നമ്മളെ രക്ഷിക്കാന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കില്ല. അതെന്തോ അവരെന്താണ് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് അതാണ്. അതല്ലാതെ മീൻസ് അവരുടെ മന്ത്രിസഭ നിലനിർത്തുക, അതിനു വേണ്ടിയിട്ട് അവരുടെ താല്പര്യം ഒരു 2-3 MP-മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ വെച്ചാണ് ഇപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനകീയമായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ നടപടികളായിട്ട് മാസങ്ങൾ ചിലപ്പോൾ അങ്ങ് നീണ്ടു പോകും. അപ്പോൾ ജനകീയമായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ അങ്ങോട്ട് നടത്തി അവിടെ നമ്മുടെ PJ ജോസഫൊക്കെ പറഞ്ഞ കാര്യം നമ്മളൊരു ചാനൽ വെട്ടി വെള്ളം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറച്ചാലും ഇടുക്കി ഡാമിനും മുല്ലപ്പെരിയാറിനും ഇടയ്ക്കുള്ള കുറേ ആളുകളുണ്ട്, ഒരു 1000കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജീവൻ്റെ സുരക്ഷ അതും നമ്മുടെ സർക്കാർ നോക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. ഇന്നലെ AG പറയുണ്ടായി ഇടുക്കി ഡാം തടഞ്ഞു നിർത്തിക്കോളുമെന്ന് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ ഇതിനിടയ്ക്കുള്ള കുറേ ജീവനുകളെ പറ്റി ആരും പരാമർശിക്കുകയുണ്ടായില്ല. തീർച്ചയായിട്ടും അതൊരു വലിയ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. താങ്കൾക്ക് എന്താണ് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ആശങ്കകൾ? എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഡാമിൻ്റെ ജലനിരപ്പ് 120 അടിയാക്കി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇടുക്കി ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തും, താഴേക്ക് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രിക്കോഷൻ എന്നുള്ളൊരു ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഡാമിൻ്റെ ഉയരം കുറയ്ക്കുക എന്നുള്ളതാണ്.
പക്ഷേ ജലനിരപ്പ് കുറച്ചാലും 120 അടിയാക്കിയാലും സേഫ്റ്റി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം ജലനിരപ്പ് 120 അടിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഈ ഡാം പൊളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി വിട്ട് താഴോട്ടുള്ള ഭാഗം സേഫാന്ന് പറയാൻ പറ്റും. പക്ഷേ 120 അടിയാക്കി കുറച്ചാലും ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും പൊളിയാം. ആ ഇടുക്കിക്കും മുല്ലപ്പെരിയാറിനും ഇടയ്ക്കുള്ള ആളുകളുടെ ജീവിതം എപ്പോഴും അൺസേഫാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ആശങ്കയിലാണ്. ഈ ആശങ്കകൾക്കിടയിൽ ഇവരുടെ പിരിമുറുക്കത്തിനൊരു അയവ് വരുത്താൻ നമുക്കൊരു ചെറിയ ഗെയിമുണ്ട്, നമുക്ക് നോക്കാം. എല്ലാവർക്കും ഭാഗ്യ നമ്പറിലൊക്കെ വിശ്വാസമുണ്ടോ? ഈ ബൈക്കിൻ്റെ നമ്പർ എങ്ങനെയാണ്? 3378 6 8 14 14 21 2 3 മൂന്നാണോ താങ്കളുടെ ഭാഗ്യ നമ്പർ? അങ്ങനെയൊന്നുമില്ല. ന്യൂമറോളജിയിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എനിക്കും വിശ്വാസം കുറവാണ്. ഇല്ല. ഇല്ല, വിശ്വാസമില്ല. അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് വേണ്ടി ഒരു നമ്പർ പറയണം. നിങ്ങൾ 3 പേരും കൂടെ ഒരു നമ്പർ തീരുമാനിച്ച് പറഞ്ഞോ. എന്നിട്ട് നിങ്ങൾ ആ നമ്പറാണ് ഈ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ സമ്മാനം ലഭിക്കും. നമുക്ക് നോക്കാം ഏത് നമ്പറാണ് നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്യുക. 9. ഓക്കെ, അപ്പം 9 ആണ് ഇവർ 3 പേരും കൂടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അവർക്ക് സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്ന്. നോക്കരുത്. 4 ആണ് ചേട്ടൻ്റെ അടുത്ത്. അപ്പം സമ്മാനം തരാൻ നമുക്ക് നിവൃത്തിയില്ല. നമുക്ക് അടുത്ത ആളോട് നോക്കാതെ ഒരു നമ്പറേ 5. ഇവിടെയും ഭാഗ്യമില്ല. ഇന്ന് എല്ലാവർക്കും 5 കിട്ടുന്നത്. അഞ്ച്. ഇവിടെ ആർക്കും സമ്മാനം കിട്ടിയിട്ടില്ല. ഇതിനിടയിൽ ഒരാൾ മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ആശങ്കയിലാണെന്ന് തോന്നുന്നു, അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം. ചേട്ടാ, അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന് മുല്ലപ്പെരിയാറിനെ പറ്റി ടെൻഷനാണെന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്കകൾ എല്ലാവർക്കും ഉണ്ട്. ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലയ്ക്ക്? മുല്ലപ്പെരിയാർ പറയുന്ന ആശങ്ക ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഉള്ള ആശങ്ക തന്നെ. ഞങ്ങൾക്ക് പൊട്ടിപ്പോരുന്നുള്ള ഭയം അത് എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. സത്യത്തിൽ എല്ലാവർക്കും ഇവിടെ ആശങ്കകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭയം എന്താണെന്ന് അറിയണേ, ഈ മുല്ലപ്പെരിയാറിൽ സമരസമിതി ഉണ്ട്. അവിടെ അവരുടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ രാത്രി ഒരു 3 മണി സമയത്തൊക്കെ ചാനലുകളിൽ ലൈവായിട്ട് അവരവിടെ കുടുംബസമേതം കുട്ടികളെയൊക്കെ തോളത്തിട്ട് അച്ഛനമ്മമാർ, പെണ്ണുങ്ങൾ, സ്ത്രീകളെല്ലാവരും കുടുംബസമേതം അവർ സമരം ചെയ്യണം. രാത്രി 3 മണിക്കൊക്കെ സമരമാണ്. അപ്പോൾ അവർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള സീരിയസ് ആയിട്ട് ഇതിനകത്ത് ഭീതിയുള്ളത്. നമ്മളിലെല്ലാവരും ഇവിടെ ആശങ്കയുണ്ടെന്ന് പറയുന്നു. എല്ലാവരും അത് ജസ്റ്റ് പറയുന്നു, അവരങ്ങ് കഴിയുന്നു. എന്ന് പൊട്ടും എന്ന് പറഞ്ഞ് തമാശ രൂപേണ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പേര് ഇനിയും മുല്ലപ്പെരിയാറിനെ പറ്റി ഒരുപാട് പേരെ ബോധവൽക്കരിക്കേണ്ട കാര്യമുണ്ട്. പലർക്കും അതിൻ്റെ യഥാർത്ഥ സീരിയസ്നെസ് അറിയില്ല. ചേട്ടൻ പറഞ്ഞാൽ വളരെ ശരിയാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റുകളായ ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാം മുല്ലപ്പെരിയാർ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം. ഒരു പക്ഷേ ഫേസ്ബുക്കും ട്വിറ്ററും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആവാം മുല്ലപ്പെരിയാർ മറ്റു മാധ്യമങ്ങളും ചാനലുകളും ഇത്ര അധികം പ്രാധാന്യത്തോടെ ഏറ്റെടുത്തത്. എന്തായാലും ഈ ഒരു വിപ്ലവം, ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയുമുള്ള ഒരു വിപ്ലവം മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാരിലേക്കും മറ്റു ഉന്നത അധികാരികളിലേക്കും ജനങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും എത്തിക്കുന്നു. ഇതോടെ മുല്ലപ്പെരിയാർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.